ഹലോ, നമ്മുടെയൊക്കെ വീട്ടിലെ കോളിഫ്ലവർ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പൂ മാത്രമല്ലേ കറി വയ്ക്കാൻ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള തണ്ട് കാര്യങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ അതിൻ്റെ മൂക്കാത്ത ഇലയും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഞാനിതൊന്ന് അരിഞ്ഞിട്ട് ഒരു തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ നിങ്ങളൊക്കെ ഇത് കളയുന്ന ആൾക്കാരാണോ എങ്കിൽ ഇതുപോലൊരു തോരൻ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ അരിഞ്ഞ് നന്നായിട്ട് കഴുകി ഇച്ചിരി ചൂടുവെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകണം കേട്ടോ. കഴുകി വെള്ളമൊക്കെ ഊറ്റി സാധാരണ തോരൻ വയ്ക്കണ പോലെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പം ഞാൻ കോളിഫ്ലവറിൻ്റെ തണ്ടൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപ്പിട്ടിട്ടാട്ടോ തിളപ്പിക്കാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി വൃത്തിയാക്കി എടുക്കുക. ആ സമയം കൊണ്ട് ഉള്ളിയും അതിനാവശ്യമായിട്ടുള്ള മുളക്, തേങ്ങ ഇതൊക്കെ കൊണ്ട് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ അതാ കോളിഫ്ലവറിൻ്റെ തണ്ടൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഊറ്റി ഇങ്ങനെ ഇതാ വെച്ചേക്കുവാണ്. അതിനുശേഷം പിന്നെ ഉള്ളിയും മുളകും ഇതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ലാന്നേ നമുക്ക് കടുക് പൊട്ടിച്ച് ഇതങ്ങോട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ കാണിച്ചിട്ടില്ല, ചില പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇവിടെ ഇതുപോലത്തെ ഒരാളുണ്ട്. അപ്പോൾ അതിനെ നോക്കിക്കൊണ്ട് വേണം എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. കച്ചറയാണ്. അപ്പോൾ ഇതിൻ്റെ തോരൻ അങ്ങനെ പരുവായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ലാസ്റ്റ് ഒരു പൊടിക്കൈ ചേർക്കണം കേട്ടോ. ഒരു നുള്ളു പഞ്ചസാര ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി യോജിപ്പിച്ചെടുക്കണം.